Dear students, welcome to cooperation. We are studying about the introduction part of cooperation. In the previous classes, we were discussed about the cooperative principles. In this class, we are going to discuss about two very important concepts, that is cooperation and capitalism. How cooperation and capitalism is related and what are the differences of cooperation and capitalism. Capitalism, I think you have studied it earlier. It is a system of economic organization in which business and industries are organized and carried on for profit by private enterprises with a minimum government interference. മുതലാളിത്ത വ്യവസ്ഥിതി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ മുതലാളിത്ത വ്യവസ്ഥിതി എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. That means it is a system where the economic activities are profit oriented. Everything is profit oriented, and these organizations functions in a particular system with minimum government interference. ഗവൺമെന്റിന്റെ ഇടപെടലൊന്നുമില്ല, വില നിർണ്ണയിക്കുന്നതിലൊന്നും ഗവൺമെന്റിന് ഇടപെടത്തില്ല. The companies will compete each other, and they will, on the basis of the demand and supply, they will fix the price. ഗവൺമെന്റ് ഇന്റർഫിയറൻസ് ഇല്ലാതെ എന്താ പറയുക, ലാഭത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഈ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയുടെ ഭാഗമാണ്, മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. Capitalism and cooperation. How capitalism and cooperation is related? How it is? What are the differences between cooperation and capitalism? ഇനി എന്താണ് ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചേഴ്സ്? Individualism and personal gain is the primary motive. Individualism and personal gain. That means individual freedom and personal gain. അവനവൻ എന്ത് ലാഭമുണ്ടാവും, അവനവൻ എന്ത് ലാഭമുണ്ടാക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, ഫോർ എക്സാമ്പിൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എല്ലാം പ്രൈവറ്റ് ആണ്. ദർ ഈസ് നോ ഗവൺമെന്റ് ഇന്റർഫിയറൻസ്. സ്വകാര്യ സ്വത്താണ് എല്ലാം നിയന്ത്രിക്കുന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ്, സ്വകാര്യ സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശം. നമുക്ക് എത്ര ഭൂമി വേണമെങ്കിലും പ്രോപ്പർട്ടി വേണമെങ്കിലും കൈവശം വെക്കാം. ഇൻഹെറിറ്റൻസ്, അത് തലമുറകൾ കൈമാറാനുള്ള അവകാശം. അപ്പം സ്വകാര്യ സ്വത്തിൻ്റെ മേൽ യാതൊരു നിയന്ത്രണവുമില്ല. അത് ആർജിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അത് തലമുറകളായി കൈമാറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. പ്രൈവറ്റ് പ്രോപ്പർട്ടി, അതിൻ്റെ ഓണർഷിപ്പ്, അതിൻ്റെ കൈമാറ്റം. ഓപ്പൺ കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തുറന്ന വിപണിയാണ്. എല്ലാ കമ്പനികളും പരസ്പരം മത്സരിക്കുന്നു. അങ്ങനെ മത്സരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ കോമ്പറ്റീഷൻ വെച്ചിട്ട് പ്രൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. ഓപ്പൺ കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. ക്ലാസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ. നമുക്കറിയാം മാർക്സിസം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് ഉണ്ട്. കാൾ മാർക്സ് പറയുന്നത് എന്താണ്? ക്ലാസ് കോൺഫ്ലിക്റ്റ്. മുതലാളിത്തത്തിന്റെ ചൂഷണത്തിനെതിരെ തൊഴിലാളികൾ പോരാടും. അങ്ങനെ ഒരു ക്ലാസ്, ഒരു ഡിവിഷൻ ഉണ്ട് മുതലാളിയും തൊഴിലാളിയും തമ്മിൽ. അപ്പം അങ്ങനെ ഒരു ഡിവിഷൻ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഫ്രീഡം ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്റർഫിയറൻസ്, ഗവൺമെന്റിന്റെ ഇടപെടൽ കുറവാണ്. അപ്പം ഗവൺമെന്റിന്റെ ഇടപെടൽ ഇല്ലാതെ മാർക്കറ്റിൽ, അതായത് വിപണിയെ അധിഷ്ഠിതമായിട്ടുള്ള മൂലധന ശക്തികളുടെ ഒരു വലിയ വ്യാപാര ഘടനയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം? കോർപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം അക്സെപ്റ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസ്. രണ്ടിലും സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. മുതലാളിത്ത വ്യവസ്ഥയിലും സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്, ക്യാപിറ്റലിസത്തിലും സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. സ്വകാര്യ സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട്. യൂസ് ക്യാപിറ്റൽ ടു ക്യാരി ഔട്ട് ആക്ടിവിറ്റീസ് ആൻഡ് പേ ഇൻട്രസ്റ്റ് ഫോർ ഇറ്റ്. പിന്നെ ക്യാപിറ്റൽ, നമ്മൾ ക്യാപിറ്റൽ വാങ്ങും, ക്യാപിറ്റലിന് പലിശ കൊടുക്കുകയും ചെയ്യും. ഇൻട്രസ്റ്റ് ഫോർ ഇറ്റ്, വി വിൽ പേ ഇൻട്രസ്റ്റ് ഇൻ കോർപ്പറേഷൻ. ഇൻട്രസ്റ്റ് ഫോർ ക്യാപിറ്റൽ ഇസ് പ്രൊവൈഡഡ് ബൈ ക്യാപിറ്റലിസ്റ്റ് ആൾസോ. മൂലധനത്തിന് പലിശ കൊടുക്കും. എംപ്ലോയി മാനേജേഴ്സ് ആൻഡ് ഗിവ് കോമ്പൻസേഷൻ ടു ദം. രണ്ട് സ്ഥലത്തും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യും. സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാനായിട്ട് പ്രൊഫഷണൽ മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും, അവർക്ക് സാലറി കൊടുക്കും. ഡിപ്പെൻഡ്സ് ബിസിനസ് എഫിഷ്യൻസി. രണ്ടും നല്ല രീതിയിലുള്ള പ്രവർത്തന മികവ്, ബിസിനസ് എഫിഷ്യൻസിയിൽ ലക്ഷ്യമിടുന്ന സ്ഥാപനങ്ങളാണ്. ഈവൻ പ്രോഫിറ്റ്, മുതലാളിത്തത്തിന്റെ പ്രൈമറി ലക്ഷ്യം ലാഭമാണ്.
സോഷ്യലിസത്തിന്റെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റിൻ്റെത് പ്രൈമറി ലക്ഷ്യമല്ല, സെക്കൻഡറി ലക്ഷ്യം ലാഭമാണ്. അതായത് സർവീസിൽ കൂടെ പ്രോഫിറ്റ് ഉണ്ടാകും കോഓപ്പറേറ്റീവ് മൂവ്മെന്റിൽ. മിനിമം ഗവൺമെന്റ് ഇൻ ബോത്ത് ദീസ് മൂവ്മെന്റ്സ് ആർ ഫങ്ഷനിങ് വിത്ത് മിനിമം ഗവൺമെന്റ് ഇന്റർഫിയറൻസ്. ദീസ് ആർ ദ സിമിലാരിറ്റീസ്. വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ കോഓപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം? ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. ബോത്ത് എക്സ്ട്രീം എൻഡ്സ്. കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് വാസ് ഡെവലപ്ഡ് ആസ് എ സൊല്യൂഷൻ അഗൈൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിന്റെ ചൂഷണത്തിനെതിരെ ഡെവലപ്പ് ചെയ്ത പ്രസ്ഥാനമാണ് എന്ത്? കോഓപ്പറേഷൻ. അപ്പം ക്യാപിറ്റലിസത്തിലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫിറ്റ് ആയവൻ, ഏറ്റവും എഫിഷ്യന്റ് ആയവൻ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ, അല്ലാത്തവൻ പൊളിഞ്ഞു പോവും, പൂട്ടിപ്പോവും. എന്നാൽ കോഓപ്പറേഷനിൽ മ്യൂച്വൽ ഹെൽപ്പാണ്. വി വിൽ ഹെൽപ്പ് ഈച്ച് അതർ. പരസ്പരം സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോഓപ്പറേഷൻ. അപ്പോൾ കോഓപ്പറേഷൻ ഈസ് നോട്ട് എ ആലി ടു ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സഹസഞ്ചാരിയല്ല, ഒരു പ്രവർത്തകനല്ല, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സഖ്യശക്തിയല്ല. അപ്പം കോഓപ്പറേഷനും ക്യാപിറ്റലിസവും രണ്ട് എൻഡിൽ പ്രവർത്തിക്കുന്ന രണ്ട് മൂവ്മെന്റുകളാണ്. വാട്ട് ആർ ദ ഡിഫറൻസസ്? ലെറ്റ് us see. 1. In capitalism, a group of shareholders have a major role, but in cooperation, all members are equal. അപ്പം മുതലാളിക്ക് ഷെയർ, നമുക്കറിയാം കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ്, ഏറ്റവും കൂടുതൽ ഷെയർ കൈവശം വെക്കുന്ന ഷെയർ ഹോൾഡറാണ് കമ്പനി ഭരിക്കുന്നത്. അപ്പം ഷെയർ ഹോൾഡേഴ്സ് അവരാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. പക്ഷേ കോഓപ്പറേഷനിൽ only one vote to every member. അപ്പം അവിടെ ക്യാപിറ്റൽ അല്ല, അല്ലെങ്കിൽ ഷെയർ അല്ല അതിൻ്റെ ബേസ്, എല്ലാ മെമ്പേഴ്സും ഈക്വൽ ആണ്. അപ്പം കമ്പനി ഫോമിൽ മുതലാളിത്തത്തിൽ ഷെയർ ഹോൾഡേഴ്സ് അവർ സ്ട്രോങ് ആയ ഷെയർ ഹോൾഡേഴ്സ് ആണ് എല്ലാം നിയന്ത്രിക്കുക. എന്നാൽ കോഓപ്പറേറ്റീവ് മൂവ്മെന്റിൽ എല്ലാവരും തുല്യരാണ്. ഇൻ ക്യാപിറ്റലിസം, ക്യാപിറ്റൽ ഈസ് പ്രൈമറി, ബട്ട് ഇൻ കോഓപ്പറേഷൻ ഇറ്റ് ഈസ് സെക്കൻഡറി. അപ്പം മുതലാളിത്ത വ്യവസ്ഥയിൽ പണമാണ് പ്രധാനം. പണമുണ്ടെങ്കിൽ എന്തും, ഏത് ബിസിനസ്സും ആരംഭിക്കാം, എന്തും നടത്താം എന്ന ചിന്താഗതിയാണ് ക്യാപിറ്റലിസ്റ്റിലുള്ളത്. എന്നാൽ ക്യാപിറ്റലിസ്റ്റില് അതായത് ഹ്യൂമൻ എഫേർട്ടാണ് ഫസ്റ്റ്, ക്യാപിറ്റൽ സെക്കൻഡ് ആണ്. സോ ഇൻ കോഓപ്പറേഷൻ ഹ്യൂമൻ എഫേർട്ട് ഈസ് പ്രൈമറി, ക്യാപിറ്റൽ ഈസ് സെക്കൻഡറി. ഇൻ ക്യാപിറ്റലിസം ഇറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ പ്രോഫിറ്റ് മോട്ടീവ്. ക്യാപിറ്റലിസം ലാഭത്തിൽ അധിഷ്ഠിതമാണ്. ലാഭമില്ലാത്തൊരു കാര്യവും ക്യാപിറ്റലിസ്റ്റ് ചെയ്യില്ല, മുതലാളിത്ത വ്യവസ്ഥയിൽ ഉണ്ടാവില്ല. ബട്ട് കോഓപ്പറേഷൻ എക്സിസ്റ്റ് ഫോർ സർവീസ്. ഇറ്റ് ഈസ് സർവീസ് ഓറിയന്റഡ് ആൻഡ് പ്രോഫിറ്റ് ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് സർവീസ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൽപ്പന്നമാണ് പ്രോഫിറ്റ്. അപ്പം സഹകരണ പ്രസ്ഥാനം ലാഭത്തിന് വേണ്ടിയല്ല, സർവീസിന് വേണ്ടിയിട്ടാണ്. ഇൻ ദ പ്രോസസ് ഓഫ് സർവീസ് ദേ വിൽ ഏൺ പ്രോഫിറ്റ്. നെക്സ്റ്റ്, ഇൻ ക്യാപിറ്റലിസം വോട്ടിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഷെയർ ഹോൾഡിംഗ്. എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി, എനിക്ക് 100 ഷെയർ ആണെങ്കിൽ 100 വോട്ട് ഉണ്ടാവും. ഞാനൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പർ ആണെങ്കിൽ എനിക്ക് 1 വോട്ടേ ഉണ്ടാവുള്ളൂ. അതാണ് വ്യത്യാസം. ഇൻ ക്യാപിറ്റലിസം വോട്ടിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഷെയർ ഹോൾഡിംഗ്. എനിക്ക് 100 ഷെയർ ഉണ്ടെങ്കിൽ 100 വോട്ടുണ്ട്. എന്നാൽ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി 100 ഷെയർ ഉണ്ടെങ്കിലും എനിക്ക് ഒറ്റ വോട്ടേ ഉള്ളൂ. ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എവറി മെമ്പർ ഹാവ് ഈക്വൽ വോട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ഷെയർസ്. ക്യാപിറ്റലിസം ഈസ് ബിൽറ്റ് ഓൺ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ. അതാണ് ചൂഷണത്തിൽ അധിഷ്ഠിതമാണ് ക്യാപിറ്റലിസം. ബട്ട് കോഓപ്പറേഷൻ ഈസ് ബേസ്ഡ് ഓൺ tries to end the exploitation of man by man. മനുഷ്യനെ ചൂഷണം ചെയ്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ലക്ഷ്യം. ഇപ്പം ക്യാപിറ്റലിസം ഈസ് ബേസ്ഡ് ഓൺ എക്സ്പ്ലോയിറ്റേഷൻ, കോഓപ്പറേഷൻ ഈസ് നോട്ട് ബേസ്ഡ് ഓൺ എക്സ്പ്ലോയിറ്റേഷൻ. Capitalists believe in competition and a spirit of rivalry. In competition and a spirit of rivalry എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മത്സരാധിഷ്ഠിതമാണ് കോമ്പറ്റീഷൻ. ബട്ട് കോഓപ്പറേഷൻ വർക്ക്സ് ഇൻ സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്. അപ്പം കോഓപ്പറേഷൻ എന്ന് പറയുന്ന പരസ്പര സഹായത്തിലാണ്. എന്നാൽ ക്യാപിറ്റലിസം മത്സരാധിഷ്ഠിത വ്യവസ്ഥിതിയാണ്, മത്സരത്തിൽ അധിഷ്ഠിതമാണ്. ഇൻ ക്യാപിറ്റലിസം മണി റൂൾസ് മെൻ. എവറിത്തിങ് ഈസ് കൺട്രോൾഡ് ബൈ മണി. ബട്ട് ഇൻ കോഓപ്പറേഷൻ മെൻ റൂൾസ് മണി. അതായത് കോഓപ്പറേഷനിൽ മനുഷ്യൻ പണത്തെ നിയന്ത്രിക്കുന്നു, പക്ഷേ മുതലാളിത്ത വ്യവസ്ഥിതിയിൽ പണം മനുഷ്യനെ നിയന്ത്രിക്കുന്നു. ക്യാപിറ്റലിസ്റ്റ് ഓർഗനൈസേഷൻസ് ആർ അസോസിയേഷൻ ഓഫ് ക്യാപിറ്റൽ. അപ്പം മൂലധനത്തിന്റെ ഒരു കൂടിച്ചേരലാണ്. ബട്ട് കോഓപ്പറേഷൻ ആർ അസോസിയേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്. കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ്. ക്യാപിറ്റലിസം ലീഡ്സ് ടു കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻഇക്വാലിറ്റീസ്. മുതലാളിത്ത വ്യവസ്ഥിതി അസമത്വത്തിലേക്ക് നയിക്കുന്നു.
കൂടുതൽ സ്വത്ത് ആർജിക്കുക. അപ്പോൾ നമുക്കറിയാം ലോകത്തിലെ ധനവാന്മാരായ ആൾക്കാരെല്ലാം ഓരോ വർഷം കഴിയുമ്പോഴും അവരുടെ സ്വത്ത് ആയിരക്കണക്കിന് കോടി രൂപ വർദ്ധിക്കുകയാണ്. ഇൻക്രീസിങ് ദെയർ വെൽത്ത് ഇൻ എവറി ഇയർ. അക്യുമുലേഷൻ ഓഫ് വെൽത്ത് ആണ്. ഇറ്റ് ലീഡ്സ് ടു ഇൻഇക്വാലിറ്റീസ്. ബട്ട് കോർപ്പറേഷൻ ട്രൈസ് ടു ബ്രിങ് ഡൗൺ ഇൻഇക്വാലിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. കോർപ്പറേഷൻ ഫോക്കസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. സ്വത്ത് തുല്യമായി പങ്കിടുക, വിഭാഗിക്കുക എന്നാണ്. A capitalist organization is a combination of strong to exploit the weak. ശക്തരായവർ ദുർബലരെ ചൂഷണം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ക്യാപിറ്റലിസ്റ്റ് ഓർഗനൈസേഷൻ. സോ ചൂഷണം, ആരാണ് ചൂഷണം ചെയ്യുന്നത്? ശക്തർ ദുർബലരെ. ബട്ട് കോർപ്പറേഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് വീക്ക് ടു ഗ്രോ സ്ട്രോങ്. സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് പാവപ്പെട്ട ആൾക്കാർ ഒരുമിച്ച് ചേർന്നിട്ട് ശക്തരാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇറ്റ് ഈസ് എ മൂവ്മെന്റ് ബൈ വീക്ക് poor people to become strong. Capitalist employs workers and undertake a risk. ക്യാപിറ്റലിസ്റ്റിൽ എന്താണ്? അവർ തൊഴിലാളികളെ എടുത്തിട്ട് അവരത് തൊഴിലാളികളെ വെച്ചിട്ട് ലാഭമുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. ബട്ട് ഇൻ കോർപ്പറേഷൻ വർക്കേഴ്സ് എംപ്ലോയ് ക്യാപിറ്റൽ ആൻഡ് ടേക്ക് റിസ്ക്. കോർപ്പറേഷനിൽ വർക്കേഴ്സാണ് എന്ത് ചെയ്യുന്നത്? ഈ ക്യാപിറ്റൽ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി ദ എവല്യൂഷൻ ഓഫ് ക്യാപിറ്റലിസം ഈസ് ടുവേർഡ്സ് മോണോപ്പൊളി. Capitalism leads to monopoly, കുത്തകയാണ്. ബട്ട് കോർപ്പറേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത് വികേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ലക്ഷ്യമിടുന്നത്. ക്യാപിറ്റലിസം ലക്ഷ്യമിടുന്നത് മോണോപ്പൊളി, കുത്തകകളാണ്. അണ്ടർ ക്യാപിറ്റലിസം ദർ ഈസ് നോ ജോയിന്റ് ഓണർഷിപ്പ് ഓർ ഈക്വൽ ഷെയറിംഗ്. അവിടെ തുല്യതയില്ല. ബട്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആർ ബേസ്ഡ് ഓൺ ഇക്വാലിറ്റി, ഈക്വാലിറ്റി ഇൻ കൺട്രോളിങ് ദ യൂണിറ്റ്സ്. അപ്പം ക്യാപിറ്റലിസത്തിൽ അവിടെ ഇക്വാലിറ്റി ഇല്ല, ബട്ട് കോർപ്പറേഷനിൽ ദർ ഈസ് ഇക്വാലിറ്റി. ക്യാപിറ്റലിസം ലീഡ്സ് ടു ബൂംസ് ആൻഡ് ഡൗൺസ്. നമുക്കറിയാം ആഗോള സാമ്പത്തിക വ്യവസ്ഥ എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസിന് വിധേയമാണ്. ദർ മേ ബി ആൻ അപ്പ്, ദർ മേ ബി എ ഡൗൺ. ബട്ട് കോർപ്പറേഷൻ ലീഡ്സ് ടു എ സ്റ്റഡി പ്രൊഡക്ഷൻ വിച്ച് പ്രിവെന്റ് സ്പെക്കുലേഷൻ ആൻഡ് സ്റ്റെബിലൈസസ് പ്രൈസ്. സ്പെക്കുലേഷൻ നിയന്ത്രിക്കുന്ന, ചൂഷണം അല്ലെങ്കിൽ ഊഹക്കച്ചവടം നിയന്ത്രിക്കുന്ന, വില നിയന്ത്രണമുള്ള ഒരു വ്യവസ്ഥിതിയാണ് കോർപ്പറേഷൻ. ബട്ട് ക്യാപിറ്റലിസം ഈസ് ബേസ്ഡ് ഓൺ അപ്സ് ആൻഡ് ഡൗൺസ്. ക്യാപിറ്റലിസം ഡെവലപ്സ് മെറ്റീരിയലിസം. അതാണ് ഭൗതികവാദം. പരമാവധി സ്വത്തുക്കൾ ആർജിക്കുക, സമ്പത്ത് ആർജിക്കുക, ഇതാണ് ക്യാപിറ്റലിസത്തിന്റെ ലക്ഷ്യം. ബട്ട് കോർപ്പറേഷൻ വർക്ക്സ് ഫോർ ഡെവലപ്പിംഗ് ദ കൾച്ചർ ഓഫ് സ്പിരിച്വൽ വാല്യൂസ് എമംഗ് ഇൻഡിവിജ്വൽസ്. ആൾക്കാരെ മാനുഷികവും ആത്മീകവുമായിട്ടുള്ളൊരു വളർച്ച, വാദമല്ല, ആൾക്കാരെ കൂടുതൽ സംസ്കാര സമ്പന്നരായി നല്ലൊരു സമൂഹമാക്കി വാർത്തെടുക്കുന്നതിലാണ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ലക്ഷ്യമിടുന്നത്. അപ്പം ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ. ഹൗ കോർപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം ആർ റിലേറ്റഡ്, വാട്ട് ആർ ദ മേജർ ഡിഫറൻസസ് ഓഫ് കോഓപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം. ഓക്കെ, താങ്ക് യു.